ഹലോ ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 24 ആണ്. ഈ ഡ്രാമ സ്റ്റാർട്ടാകുമ്പോൾ കാണിക്കുന്നത് പഴയ കാര്യങ്ങളായിരുന്നു. ഞാൻ ചിന്തിക്കുന്നുണ്ട്, അന്ന് സംശി ഓൺലൈൻ ബോയ് ഫ്രണ്ടിനെ കാണാനാണെന്ന് വന്ന പേരിൽ എന്നെ കണ്ടിട്ട് ഉടനെ തന്നെ അവൾ കരഞ്ഞില്ലേ? അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. എനിക്ക് എന്താണൊന്നും മനസ്സിലാകാത്തത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ഡുവാൻ അവിടെ ഇരുന്ന് വിഷമിക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ സംശയം അവിടേക്ക് വന്ന് എന്താ ഡുവാന് പറ്റിയത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഡുവാൻ അവളെ അടുത്തേക്ക് വിളിച്ചിരുത്തി പറയുന്നുണ്ട്, അന്ന് നീ എന്നെ കാണാനാണ് വന്നത്, എന്നോട് ഇത്രയ്ക്ക് ഇഷ്ടമുണ്ട് ഒന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, അത് കാരണം എനിക്ക് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ സംശി പറയുന്നുണ്ട്, നിനക്ക് സങ്കടമാവാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് തെളിയിക്കാനാണ്. നീ എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചു പോകരുത് എന്നെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ പിറ്റേന്ന് നേരെ ഡുവാൻ ഓഫീസിലേക്ക് വന്ന് അവരോട് രണ്ടുപേരോടുമായി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് റിസൈൻ ചെയ്യാൻ പോവുകയാണ്. കാരണം സംശി എനിക്ക് നല്ലോണം നോക്കുമെന്ന് സംശിയുടെ പാരൻസിന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ അവർക്കത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവരുടെ സ്ഥലത്ത് തന്നെ ഒരു ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഇരുന്ന് CEO പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നീ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചു പറയും, അവരിപ്പോൾ നിന്നെ ആ ഹയർ പൊസിഷനിലേക്ക് ആഡ് ആക്കാനെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, പക്ഷേ നീ ഇതെല്ലാം ചെയ്യ്. നീ അവിടെ പോയി അവരെ തന്നെ ഒരു ബ്രാഞ്ച് തുടങ്ങാനായി ആഗ്രഹിക്കുന്നു എന്നെല്ലാം പറയും. അപ്പോൾ അതിനുള്ള സാധനങ്ങളും എക്യുപ്മെൻറ്റ്സ് എല്ലാം അവർ തരും. അപ്പോൾ നിനക്കതൊരു സഹായമാവും എന്നെല്ലാം അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവരെ കണ്ട് പിന്നെ നേരിടുവാൻ വരുന്നത് ഡുവാൻ്റെ അച്ഛൻ്റെ അടുത്തേക്കായിരുന്നു. കാരണം ഡുവാൻ്റെ അച്ഛൻ്റെ അവസ്ഥയെല്ലാം ഇപ്പോൾ തീരാനായിട്ടുണ്ട് എന്നെല്ലാം ഡോക്ടർ വിളിച്ച് പറഞ്ഞ പ്രകാരമായിരുന്നു ഡുവാൻ്റെ അച്ഛനെ കാണാൻ ഡുവാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഡുവാൻ അവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡുവാൻ പറയുന്നുണ്ട്, അച്ഛനാണ് എന്നെ ഇങ്ങനെ പ്രോപ്പറായി നിൽക്കാനുള്ള ഒരു മനുഷ്യനായി നിൽക്കാനൊക്കെ പഠിപ്പിച്ചത്. അച്ഛൻ്റെ ഈ മദ്യപാനവും എല്ലാം കാരണമാണ് നമ്മുടെ ഈ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. അത് കാരണം ഞാനിപ്പോൾ മദ്യപിക്കാറേയില്ല. അച്ഛൻ ഉണ്ടാക്കി വെച്ച കടമെല്ലാം ഞാനും അമ്മയും കൂടി തീർത്തിട്ടുണ്ട്. അത് കാരണം എനിക്കെൻ്റെ അമ്മയെ വരെ നഷ്ടമായിരുന്നു. അമ്മ അതെല്ലാം തീർക്കുന്ന ഇടയിൽ അമ്മയുടെ രോഗം അമ്മ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മക്ക് ക്യാൻസർ ആയിരുന്നു, 3ാമത്തെ സ്റ്റേജിലായിരുന്നു അമ്മ അത് എന്നോട് പറയുന്നതും അഡ്മിറ്റ് ആകുന്നതും. പിന്നെ അമ്മയുടെ ഉടനെ മരണം തന്നെയായിരുന്നു എന്നെല്ലാം ഡുവാൻ പറയുന്നുണ്ട് അച്ഛനോട്. അത് കേട്ട ഉടൻ ഡുവാൻ്റെ അച്ഛൻ്റെ കൈയെല്ലാം അനങ്ങുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഡുവാൻ അത് അറിയില്ലായിരുന്നു. ഡുവാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. പക്ഷേ അതൊരവസാനമായുള്ളൊരു കൈ അനക്കമാണെന്ന് ഡുവാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഡുവാൻ പുറത്തു വന്നത് നേരെ സംശി അവിടെ ഉണ്ടായിരുന്നു. സംശി ഡുവാനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഡുവാനോട് പറയുന്നുണ്ട്, നിനക്കാരില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്നെല്ലാം പറയുമ്പോൾ അത് കാരണം ഡുവാൻ്റെ കണ്ണിൽ നിന്ന് ഒരുപാട് വെള്ളം വരുന്നുണ്ട്. ഡുവാൻ ഒരുപാട് സങ്കടമായിരുന്നു തോന്നുന്നത്. ഡുവാൻ പറയുന്നുണ്ട്, എനിക്ക് ഇത്ര പ്രായമായോ, എൻ്റെ പാരൻസ് വരെ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് ഡുവാൻ ഒരുപാട് സങ്കടപ്പെടുന്നു. അങ്ങനെ പിറ്റേന്ന് നേരെ സംശയെ കൂട്ടി ഡുവാൻ്റെ അമ്മയുടെ ഗ്രേവിലായി എത്തിച്ചേരുന്നുണ്ട്. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അച്ഛൻ മരിച്ച കാര്യങ്ങളെല്ലാം. അതിനിടെ സംശി പറയുന്നുണ്ട്, അമ്മ ഞാൻ സംശിയാണ്, ഞാനാണ് ഇനി മുതൽ അമ്മയുടെ മകനെ നോക്കാൻ പോകുന്നത്. അമ്മയുടെ മകന് ഞാൻ നല്ലൊരു ഫാമിലിനെ തന്നെ കൊടുക്കും, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, അവനെ ഞാൻ ആരെ കൊണ്ടും ബുള്ളി ചെയ്യിപ്പിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഡുവാൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. കാരണം സംശിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ ഡുവാനെ എന്നോർത്തെല്ലാം. അങ്ങനെ ഡുവാൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ എവിടെയായിരുന്നാലും ഞാൻ ഈ സമയത്ത് എന്തായാലും അമ്മയുടെ അടുത്ത് എത്തിച്ചേരും എന്നെല്ലാം പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്നെല്ലാം ഡുവാൻ പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡുവാൻ നേരെ സംശയെ കൂട്ടി ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് സംശയോട് പറയുന്നുണ്ട്, ഞാൻ ഒരു മാസം കഴിഞ്ഞ് നിൻ്റെ ഹോം ടൗണിലേക്ക് പോകാൻ പോവുകയാണ്. ഞാൻ ഇവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട്. എനിക്കവിടെ പുതിയ ഒരു ബിസിനസ് തുടങ്ങണമെന്നാണ് താല്പര്യം എന്നെല്ലാം പറയുമ്പോൾ സംശിക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. സംശി പറയുന്നുണ്ട്, എൻ്റെ അമ്മയെയും അച്ഛനെയും പ്രൂവ് ചെയ്യാൻ വേണ്ടി നീ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞു കേൾക്കുന്ന ഡുവാൻ പറയുന്നുണ്ട്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അവർ നിൻ്റെ പാരൻസ് അല്ലേ, നിന്റെ കാര്യത്തിൽ അവർക്ക് ശ്രദ്ധയുണ്ടാകില്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സംശയാണെങ്കിൽ പറയുന്നുണ്ട്, നീ അവിടെ പോയാൽ പെട്ടെന്നൊന്നും ബിസിനസ്
നല്ലോണം ഓടണമെന്നില്ല. അത് അഥവാ പൊട്ടിപ്പോയാലും നീ ഒരിക്കലും വിഷമിക്കരുത്. നീ എപ്പോഴും എന്നെ കാണാൻ വരണം എന്നെല്ലാം സംശി പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഡുവാന് പോകാനുള്ള സമയമെല്ലാം ആയിട്ടുണ്ട്. ഡുവാൻ ലഗേജ് എല്ലാം പാക്ക് ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് സംശി ഡുവാൻ ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ സംശിയുടെ അടുത്തേക്ക് ഡുവാൻ നേരെ വന്ന് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഈ ഗേൾ ഫ്രണ്ടിനെ ഇനി എപ്പോഴത്തേക്കും മിസ് ചെയ്യും എന്നല്ല എല്ലാ കാര്യങ്ങളും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരുടെ ഇടയിൽ നല്ലൊരു റൊമാൻറ്റിക് മൊമെൻ്റ് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഡുവാൻ പറയുന്നുണ്ട്, ഇനി കുറച്ച് കാലത്തേക്ക് ഇതൊന്നും ഉണ്ടാകില്ലല്ലോ, ഇപ്പോൾ നമുക്ക് നല്ല എൻജോയ് ചെയ്യാം എന്നെല്ലാം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഡുവാനെ കൊണ്ടാക്കാനായി സംശി നേരെ എയർപോർട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സംശി സംസാരിക്കുന്നുണ്ട്, നീ നല്ലോണം അവിടെ എന്നാൽ ശ്രദ്ധിക്കണം. നീ അവിടെ പോയി എൻ്റെ പാരൻസിനെ എല്ലാവരെയും കാണണം. നീ എങ്ങനെ വിളിക്കണം, നിങ്ങൾ എന്ത് ആവശ്യം വന്നാലും അതെല്ലാം ഞാൻ എങ്ങിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യം സംശി പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഡുവാൻ പറയുന്നുണ്ട്, ഞാൻ എപ്പോൾ ഫ്രീ ഉണ്ടായാലും ഏത് വീക്കെൻഡിൽ ഫ്രീ ഉണ്ടായാലും ഞാൻ ഇവിടെ വന്ന് നിന്നെ കാണും എന്നെല്ലാം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ അതെല്ലാം പറഞ്ഞ് സംശി നേരെ അവിടെ നിന്ന് പോകുന്നുണ്ട് ഡുവാനെ അവിടെയാക്കി. അതിനിടെ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. അവർ ഫുഡ് കഴിക്കാനായി വരുമ്പോൾ സംശി എന്തിലേക്കോ നോക്കി ഡുവാനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഡുവാനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇനി മുതൽ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് ആകാൻ പോകുന്നത്. അപ്പോൾ നീ ഈ കാര്യം പാലിക്കണം, ആ കാര്യം പാലിക്കണം എന്നെല്ലാം പറഞ്ഞ് സംശി എവിടെയോ നോക്കി സംസാരിക്കുന്നുണ്ട്. അത് കണ്ട് സംശി എവിടേക്കാണ് നോക്കുന്നത് എന്നെല്ലാം ഡുവാനും ശ്രദ്ധിക്കുന്നുണ്ട്. അതിനിടെ ഡുവാൻ നേരെ പോയി സംശി എന്താണ് നോക്കുന്നത് എന്ന് നോക്കി. അപ്പോൾ അവിടെ ഫോണായിരുന്നു. അതെല്ലാം തിരിച്ചു വാങ്ങി അതിലെ മെസ്സേജ് എല്ലാം വായിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ആ മൊമെൻറ്റ് നല്ലോണം ഹാപ്പിയായി എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ 24th എപ്പിസോഡ് ഇവിടെ തീരുന്നത്. ഇനി ഈ ഡ്രാമ കഴിയാനായി ഒരു എപ്പിസോഡ് മാത്രമാണ് ബാക്കിയുള്ളത്.